ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സസ്യത്തെയാണ്. പ്രത്യേകിച്ച് നമ്മളെല്ലാം അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്ന വളരെ പുച്ഛത്തോടു കൂടി കാണുന്ന ഒരു സസ്യമാണ്. തൊട്ട് കഴിഞ്ഞാൽ ദേഹമാസകലം ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു സസ്യമാണ് കൊടിത്തൂവ, അതായത് ചൊറിവണം എന്നൊക്കെ പറയുന്ന ഈ ഒരു സസ്യം. അപ്പം നമ്മുടെ പറമ്പിലെല്ലാം മഴക്കാലത്ത് മുളച്ചു പൊന്തി വരുന്ന ഒരു സസ്യമാണ്. കേരളത്തിലുടനീളം കാണപ്പെടുന്ന ഒരു സസ്യമാണിത്. അതുപോലെ തന്നെ മഴക്കാലം കഴിഞ്ഞ് കിളിർത്ത് വരുന്ന നാടൻ മുളച്ചുപന്തികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കൊടിത്തൂവ. കൊടിത്തൂവ തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് വള്ളി കൊടിത്തൂവയും അതുപോലെ തന്നെ മുള്ളൻ തൂവയും. അപ്പോൾ ഇത് മുള്ളൻ തൂവയാണ്. ഏറ്റവും കൂടുതൽ ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ മുള്ളൻ തൂവ. ഇതിൻ്റെ ഇലയിലും തണ്ടിലുമൊക്കെ നിറച്ചും ചെറിയ രോമങ്ങളാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ചൊറിച്ചിലുണ്ടാകുന്നത്. ഈ ഒരു ചെറിയ രോമങ്ങൾ നമ്മുടെ ദേഹത്തൊക്കെ തട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ ഈ ചൊറിച്ചിലൊക്കെ അസഹ്യമായിട്ട് കുറച്ച് നേരത്തേക്ക് കാണും. അത് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം വെളിച്ചെണ്ണയോ നെയ്യോ പുരട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് മാറിക്കിട്ടും. എങ്കിലും നമ്മളിത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് കയ്യോടെ നരിച്ചുകൊണ്ട് മാത്രം ഇതിനെ പിഴുത് കളയാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും വളരെ നല്ലത്. മഴക്കാലം കഴിയുന്ന സമയത്ത് ഇത് കൂട്ടത്തോടെയാണ് കിളിർത്ത് വരുന്നത്. ഏകദേശം ഈ കർക്കിടക മാസത്തിലൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇത് പറമ്പിലൊക്കെ കാണാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു കരിഞ്ഞ പച്ച നിറത്തിലാണ് ഇതിൻ്റെ ഇലകളൊക്കെ കാണുന്നത്. അപ്പോൾ പഴമക്കാർ ഇതിൻ്റെ ആ ഒരു ഔഷധ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നു. ഈ കർക്കിടക മാസത്തിലൊക്കെ ഇത് അവർ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. പണ്ടുള്ളവർ ഈ ചെടിയുടെ മഹത്വം മനസ്സിലാക്കിയിരുന്നു. അവർ ആഹാരത്തിലും അതുപോലെ മരുന്നായിട്ടുമൊക്കെ ഈ ചെടിയെ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്. അപ്പോൾ ചെടികളിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ കാൽസ്യവും അയണും അടങ്ങിയിട്ടുള്ള ഒരു ചെടിയാണിത്. അതുപോലെ തന്നെ പൊട്ടാസ്യവും ഫോസ്ഫറസും സമ്പന്നമായിട്ടുള്ള ഒരു ചെടിയാണിത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്ന് ഒരു പ്രത്യേക വളം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ വളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും നമ്മുടെ ചെടിയിലേക്ക് അത് പ്രയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ ചെടി വളരെ പ്രധാനമായിട്ടും നമ്മുടെ പഴമക്കാർ ഉപയോഗിച്ചിരുന്നത് മൂലക്കുരു, അർശസ്, പൈൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ തീവ്രമായിട്ടുള്ള ചില അസുഖങ്ങളുണ്ട്. അത് വളരെയധികം വേദനാജനകമായിട്ടുള്ള അസുഖങ്ങളാണ്. അപ്പോൾ ഇത് മാറാൻ വേണ്ടിയിട്ട് ഈ ചെടിയെ അവർ ഉപയോഗിച്ചിരുന്നത്. ഇതിൻ്റെ വേരും അതുപോലെ തന്നെ ഇലകളുമൊക്കെ കഷായം വെച്ചിട്ടാണ് സേവിച്ചിരുന്നത്. അപ്പോൾ മൂലക്കുരുവിനൊക്കെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരത്തിന് ദിവ്യ ഔഷധം തന്നെയാണ് ഈ ചെടി. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അയൺ സമ്പുഷ്ടമായ ഒന്നായതുകൊണ്ട് അനീമിയ മാറുന്നതിനായിട്ട്, രക്തത്തിലെ ഹീമോഗ്ലോബിൻ കൂടുന്നതിനായിട്ട് ഇതിൻ്റെ ഇലകൾ തോരൻ വെച്ച് കഴിക്കുകയും അതുപോലെ ഇതിൻ്റെ കഷായം വെച്ച് കഴിക്കുകയും വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുപോലെ ഈ സന്ധിവേദനയും അസ്ഥി തേയ്മാനവും ഒക്കെ ഉള്ളവരും ഇതേ രീതിയിൽ കാൽസ്യത്തിൻ്റെ ഒരു ഉറവിടം തന്നെയാണിത്. അങ്ങനെയുള്ളവരും ഇതിൻ്റെ ഇലകൾ ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നു. അതുപോലെ പണ്ടുള്ളവരൊക്കെ യൂറിൻ ഇൻഫെക്ഷൻ പോലെയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് കൊണ്ട് കഷായം, അരിഷ്ടമൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കുകയായിരുന്നു പതിവ്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് അത്രത്തോളം ഉണ്ട്. നമ്മളിതിൻ്റെ മഹത്വം ഇപ്പോൾ മനസ്സിലാക്കുന്നില്ല. ഇതിൻ്റെ ചൊറിച്ചിലിൻ്റെ കാര്യം മാത്രമേ നമ്മൾ പ്രധാനമായിട്ട് നോക്കാറുള്ളൂ. അപ്പോൾ ഈ ചൊറിച്ചിൽ വരാനുള്ള കാരണം ഇതിൽ ഫോമിക് അമ്ലം എന്നൊരു പ്രത്യേക ഒരു രാസവസ്തു, അതുപോലെ അമോണിയ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഈ ചെടിയെ നമ്മൾ ആഹാരമായിട്ടോ ഔഷധമായിട്ടോ ഒക്കെ പ്രയോഗിക്കുമ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ ഇതിൻ്റെ ഇലകളോ തണ്ടുകളോ ഒക്കെ മുക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ചൊറിച്ചിലൊക്കെ മാറിക്കിട്ടും. അതിനുശേഷമാണ് ഇത് നമ്മൾ ആഹാരമാക്കി മാറ്റുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മഴക്കാലത്താണ് ഇത് കൂട്ടത്തോടെ വളർന്ന് നമ്മുടെ പറമ്പിൽ നിറയെ ആധിപത്യം സ്ഥാപിച്ച് നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കളയാണിത്. അപ്പോൾ നമുക്ക് വളരെയധികം പ്രിക്കോഷൻസോട് കൂടി മാത്രമേ ഇതിനെ പിഴുത് മാറ്റുന്നതിന് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ ചെടി നമ്മൾ ആഹാരമായിട്ടോ ഔഷധമായിട്ടോ ഒക്കെ പ്രയോഗിക്കുന്നത് എല്ലാം മുതിർന്നവരാണ്. ഒരിക്കലും ചെറിയ കുട്ടികളോ ഗർഭിണികളായിട്ടുള്ളവരോ ഒന്നും ഈ ചെടിയെ ആഹാരമായിട്ടോ ഔഷധമായിട്ടോ ഒന്നും പ്രയോഗിക്കാറില്ല. അതിൻ്റെ കാര്യം ഇത് കുറച്ച് വീര്യമുള്ള അസുഖങ്ങളെയൊക്കെ സുഖപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് കൊച്ചുകുട്ടികളും ഗർഭിണികളും ഒന്നും ഇത് ഉപയോഗിക്കേണ്ടതായിട്ടില്ലെന്ന് പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ചെടിയെ എങ്ങനെയാണ് നമ്മുടെ മറ്റ് ചെടികൾക്ക് അതിവിശിഷ്ടമായ ഒരു വളമാക്കി മാറ്റുന്നതെന്നാണ്. അപ്പോൾ ഇത് നമ്മൾ പിഴുതെടുക്കണം. ഒരിക്കലും നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പാടില്ല. ഇതിൻ്റെ വേരുൾപ്പെടെ നമ്മൾ പിഴുതെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മണ്ണിൽ നേരിട്ട് നട്ടിരിക്കുന്ന ഒരു ചെടിയുടെ ചുവട്ടിലേക്കാണ് ഇതിനെ വളമാക്കി മാറ്റാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു കുരുമുളക് വള്ളിയാണ്. ഇത് നിറച്ച് കുരുമുളക് പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ മഴ സീസണിൽ ഇപ്പോൾ ഈ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നമ്മൾ സാധാരണയായിട്ട് വളങ്ങൾ കൊടുക്കാറുള്ളത്. പച്ചില വളങ്ങളാണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത്. ഈ പച്ചില വെള്ളം തയ്യാറാക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇത് മണ്ണിലേക്ക് ചേർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ, അതായത് ഡീകമ്പോസ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ച ചാണകം കൂടി ആവശ്യമുണ്ട്.
അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് പച്ചച്ചാണകം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളൊരു 1 കിലോയോളം എടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഒന്ന് നേർപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ചെടിയുടെ ചുവട്ടിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന കൊടിത്തൂവയുടെ മുകളിലേക്ക് ഈ പച്ച ചാണകത്തിൻ്റെ സ്ലറി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ മൊത്തത്തിൽ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് മണ്ണിലേക്ക് ലയിച്ച് കിട്ടും. പെട്ടെന്ന് തന്നെ ഡീകമ്പോസ് ആയി ഇതിൻ്റെ ഘടകങ്ങളെല്ലാം മണ്ണിലേക്ക് ലയിച്ച് കിട്ടും. അപ്പോൾ എളുപ്പത്തിലാക്കുന്നതിന് കുറച്ചുകൂടി നമുക്ക് ഈ ചാണകത്തള്ളി തളിക്കാനില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് മണ്ണ് വേണം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് ഡീകമ്പോസ് ആയി കിട്ടും. അതിന് വേണ്ടിയിട്ട് ആ ഒരു ചൂടോട് കൂടി ഇരുന്ന് പെട്ടെന്ന് തന്നെ ഇത് മണ്ണിലേക്ക് ലയിച്ച് കിട്ടും. ഇതേ രീതിയിൽ നമ്മൾ നേരിട്ട് മണ്ണിൽ നട്ടിരിക്കുന്ന എല്ലാത്തരം ചെടികൾക്കും വളം പ്രയോഗിക്കാവുന്നതാണ്. പച്ചില വളം തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് പ്രയോഗിക്കാവുന്നതാണ്. തക്കാളി, പച്ചമുളക് തുടങ്ങിയ എല്ലാത്തരം പച്ചക്കറികൾക്കും ഇത് നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. നമുക്ക് നല്ല റിസൾട്ടും കിട്ടുന്നതാണ്. ഇനി ഇത് കൂടാതെ നമുക്ക് നമ്മുടെ പൂച്ചെടികൾക്ക് ഇത് പ്രയോഗിക്കാവുന്നതാണ്. അപ്പോൾ പൂച്ചെടികൾക്ക് നമ്മൾ പ്രയോഗിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ചട്ടികളിലൊക്കെ ഇത് കൊണ്ടുവന്നിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. ഈ അവസരത്തിൽ നമുക്ക് പൂച്ചെടികൾക്ക് ലിക്വിഡ് ഫെർട്ടിലൈസർ തയ്യാറാക്കാനായിട്ട് സാധിക്കും, കൊടുത്തുക കൊണ്ട് തന്നെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കിലോ ചാണകം എടുക്കുക. ഇതിലേക്ക് 2 ലിറ്റർ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കി വെച്ചതിന് ശേഷം ഒരു 20 മൂട് കൊടുത്തുക ഇതിലേക്ക് താഴ്ത്തി വെക്കുക. അപ്പോൾ വേരോട് കൂടി പറിച്ചെടുത്ത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് താഴ്ത്തി വെച്ചിട്ട് ഇത് അടച്ചു വെക്കുക. അതിനുശേഷം ഒരു 4 ദിവസത്തിന് ശേഷം നമുക്ക് ഈ ലിക്വിഡ് ഒരു 10 ഇരട്ടി വെള്ളത്തിൽ ചേർത്ത് ലയിപ്പിച്ചതിന് ശേഷം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസറാണ്. നമ്മുടെ പൂച്ചെടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല പൊട്ടാഷ്യം അതുപോലെ ഫോസ്ഫറസും സമ്പന്നമായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്. നമ്മുടെ മണ്ണിൽ താനെ മുളച്ചു വരുന്ന ഒരു കളസസ്യമാണ് ഈ കൊടിത്തൂവ. ഇതുകൊണ്ട് നമ്മുടെ ജീവികൾക്കോ അതല്ലെങ്കിൽ മനുഷ്യനോ യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാക്കുന്നില്ല. ഈ ചെറിയ രീതിയിലുള്ള ചൊറിച്ചിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് വളരെയധികം പ്രയോജനങ്ങളുള്ള ഒരു ചെടിയാണ്. അപ്പോൾ ഈ ഒരു ചെടിയെ നമ്മൾ കള എന്ന രീതിയിൽ ഒഴിവാക്കി കളയാതെ ഒരു ഔഷധ സസ്യം അതല്ലെങ്കിൽ ഒരു വലിയൊരു ഫെർട്ടിലൈസർ എന്ന രീതിയിലൊക്കെ വരും തലമുറ അറിയപ്പെടാനിടയാവട്ടെ. നമ്മളിതിനെ നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ പാടെ ഒഴിവാക്കി കളയേണ്ട ഒരു കാര്യമില്ല. ചെറിയ രീതിയിൽ നമുക്കൊരു ദോഷം തരുന്ന ഒരു ചെടി വലിയ രീതിയിൽ നമുക്ക് ഗുണങ്ങൾ കൊണ്ടുവരും എന്നതിനൊരു തെളിവാണ് ഈ കൊടിത്തൂവയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങൾ. വളരെയധികം വിശിഷ്ടമായിട്ടുള്ള ഒരു ഔഷധവും അതുപോലെ തന്നെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന ഒരു വളവുമാക്കി ഈ ഒരു സസ്യത്തെ നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു കാര്യം വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഈ ഒരു കളസസ്യത്തെ പിഴുകുന്നതിനായിട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ കാര്യമായിട്ടുള്ള പ്രിക്കോഷൻ എടുക്കുക. നമ്മൾ കയ്യോറയൊക്കെ ധരിച്ചതിന് ശേഷം മാത്രം ഇത് പിഴുവാനായിട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അതൊക്കെ കാണുന്നതിനായിട്ട് നിങ്ങൾ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.